എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ 2025 സ്വാഗതം. എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകൾ. 2024 ചിലപ്പോൾ പരാജയമായിരുന്നിരിക്കാം, വിജയമായിരുന്നിരിക്കാം, സന്തോഷമായിരുന്നിരിക്കാം, ദുഃഖമായിരുന്നിരിക്കാം, പ്രത്യാശയുള്ളതായിരുന്നിരിക്കാം, ദുഃഖപൂർണമായിരുന്നിരിക്കാം. പക്ഷേ 2025 പ്രതീക്ഷകൾ നൽകുന്ന ഒരു വർഷമാണ്. 2024 കുറച്ചുകൂടെ ആത്മീകമായി ഉന്നമനത്തിലേക്ക് വരുവാൻ, ഭൗമികമായി അനുഗ്രഹം പ്രാപിക്കുവാൻ, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നാം സ്വയമായി ഒരുക്കപ്പെടുന്ന ഒരു വർഷമായി തീരട്ടെ. ഒരു പുതുവർഷ സന്ദേശം നൽകണം എന്നെ ഹൃദയത്തിൽ പ്രേരണ ഉണ്ടായപ്പോൾ 2 ചിന്തകളാണ് എന്റെ ഹൃദയത്തിലേക്ക് വരാനിടയായത്. 1 പഴയ നിയമത്തിൽ നിന്നും, 2 പുതിയ നിയമത്തിൽ നിന്നുമാണ്. പഴയ നിയമത്തിൽ ഒരു സ്ത്രീയെയും പുതിയ നിയമത്തിൽ ഒരു ബാലനെയും നിങ്ങളുടെ മുമ്പാകെ വരച്ചു കാട്ടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം പഴയ നിയമം വായിക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു വിധവയായ സ്ത്രീയെ കാണാൻ കഴിയും. ഏലിശയുടെ ഭക്തന്മാരായ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണത്. അവൻ യഹോഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ കടഭാരമുണ്ടായിരുന്നു. മക്കളെ 2 പേരെയും കടക്കാർ പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. വളരെ പരിതപമായ നിലയിലാണ് അവരുടെ ജീവിതം. വളരെ ബുദ്ധിമുട്ടാണ്. ധാരാളം പ്രതിബന്ധങ്ങളുണ്ട്. മക്കൾ അനാഥരാകാനായിട്ട് പോവുകയാണ്. താൻ വലിയൊരു കടക്കാരിയായി മാറാൻ പോകുന്നു. ജീവിതം മുമ്പോട്ട് എങ്ങനെ നടക്കണം എന്നറിയാൻ വയ്യാതെ ഒരു വലിയ പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീ. പക്ഷേ ആ സ്ത്രീ തന്റെ യജമാനന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഏലിശയുടെ അരികിലേക്ക് ചെന്നു അവൾ അവളുടെ സങ്കടം മുഴുവൻ പറയുകയാണ്. ഏലിശ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? നിന്റെ വീട്ടിൽ നിനക്ക് എന്താണ് ഉള്ളത്? സിമ്പിൾ ഒരു ചോദ്യം. അവളുടെ വീട്ടിൽ എന്ത് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അവൾ പറഞ്ഞു. ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൾ വിധവയാണ്, കടഭാരമുള്ളവരാണ്, 2 കുഞ്ഞുങ്ങളുടെ മാതാവാണ്. അവൾ ഉള്ള കാര്യം മറച്ചു വെച്ചില്ല. അവൾ പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നില്ല. പ്രവാചകൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ വാതിൽ അടച്ച് ഈ എണ്ണ പകരണം. വെറും പാത്രങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വായ്പ വാങ്ങി, അയൽവക്കങ്ങളിൽ നിന്ന് വായ്പ വാങ്ങിയ ആ വെറും പാത്രങ്ങൾ അവൾ മുറിക്കകത്ത് കൊണ്ടുചെന്നിട്ട് മക്കളെയും അകത്ത് കിടത്തി ആ ഭരണിയിലുള്ള എണ്ണ പകരാനായിട്ട് തുടങ്ങി. വെറും പാത്രങ്ങളിലേക്ക് അത് പകർന്നു. അവസാനം വെറും പാത്രങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ ആ എണ്ണ നിന്നുപോയി എന്നാണ് നാം വായിക്കുന്നത്. ഇവിടുത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, അവൾ അവളുടെ ഇല്ലായ്മകൾ ദൈവത്തിന് മുമ്പാകെ പറഞ്ഞു എന്ന് മാത്രമല്ല, അവളുടെ ഉള്ള കാര്യവും പറഞ്ഞു. അവൾക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉള്ള കാര്യം കള്ളം പറയാതെ, നുണ പറയാതെ നിജസ്ഥിതി ആ പ്രവാചകനോട് പറഞ്ഞു. നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, നമ്മുടെ നിജസ്ഥിതി കർത്താവിനോട് പറയണം. നമുക്ക് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിവുകളുണ്ടാകാം, കഴിവുകേടുണ്ടാകാം, സാമർഥ്യമുണ്ടാകാം, സാമർഥ്യമില്ലായ്മ ഉണ്ടാകാം, പരിമിതികൾ ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വരാം. പക്ഷെ നമുക്കുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം തമ്പുരാൻ നമ്മളോട് ചോദിക്കുമ്പോൾ, നിന്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറഞ്ഞാൽ ദൈവം നമ്മുടെ പോരായ്മകളെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. നമ്മുടെ കുറവുകളെ പരിമിതികളില്ലാത്ത അവസ്ഥയിലേക്ക് സ്വർഗത്തിലെ ദൈവം എത്തിക്കും. 2ാമത്തെ ഭാഗം സുവിശേഷങ്ങളിലേക്ക്. 4 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയ അതുല്യമായ ഒരു അത്ഭുതമാണ് 5 അപ്പം കൊണ്ട് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 5000 പേരെ പോഷിപ്പിച്ച സംഭവം. അതിൽ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നതായി ഒരു ചോദ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ വളരെ സങ്കടത്തിലാണ്. കാരണം ചില മണിക്കൂറുകൾ ഇവരുടെ കൂടെ ആ വ്യക്തികളുണ്ട്. അവർ വിശന്ന് നന്നേ ക്ഷീണിച്ചു. അവരെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് പറ്റില്ല. നേരം വൈകി, മരുഭൂമി ആയിരിക്കുന്ന ഒരു സാഹചര്യം പോലെയുള്ള ഒരു സാഹചര്യത്തിലാണ്. ആഹാരമൊന്നും കിട്ടാൻ സാധ്യതയില്ല. കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പക്കൽ
എത്ര അപ്പമുണ്ട് എന്നാണ്. അവർ കൃത്യമായി പറഞ്ഞു, 5 അപ്പവും 2 മീനും. അവരുടെ പക്കലുള്ളത് അവർ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് വലിയ ഒരു അത്ഭുതം അവിടെ ചെയ്തു. അവരുടെ പക്കലുള്ള 5 അപ്പത്തെയും 2 മീനിനെയും ദൈവം അനുഗ്രഹിച്ച് സമൃദ്ധിയായി അവർക്ക് നൽകി. അവരുടെ പക്കൽ ഉള്ളതിനെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം. നമുക്ക് പരിമിതികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, ദുഃഖങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാകാം. പക്ഷേ നിന്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ദൈവത്തോട് പറഞ്ഞാൽ, നിന്റെ പക്കൽ എന്തുണ്ട് എന്ന് ദൈവത്തോട് പറഞ്ഞാൽ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ്. നിന്റെ ഏത് സങ്കടങ്ങളും ആ കർത്താവിനോട് ചെന്ന് പറയാനായിട്ട് സാധിക്കും. നിന്റെ ഏത് വിഷമങ്ങളും കർത്താവിനോട് പറയാൻ കഴിയും. ഈ 2025 നിന്റെ വീട്ടിൽ ഉള്ള അവസ്ഥ ദൈവത്തോട് പറയാൻ, ഈ 2025 നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ദൈവത്തോട് പറയാൻ. ദൈവം അത് മാറ്റിമറിക്കാൻ പോവുകയാണ്. അത് കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ അതിനെ അനുഗ്രഹത്തിന്റെ പാന്താവാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ ഉള്ള അവസ്ഥ ദൈവത്തോട് തുറന്നു പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തയ്യാറാണ്. ആകയാൽ ഈ 2025 അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ, ആത്മീകമായി ഉന്നമനത്തിലേക്ക് വരുന്ന വർഷമായി തീരുവാൻ, അനേകർക്ക് ആശ്വാസമായ വർഷമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പുതിയ ഒരു വർഷം ദൈവം നമുക്ക് നൽകുന്നു എന്ന് വരികിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.